എൻ്റെ പേര് സ്വാമിനാഥൻ. ഞാൻ കന്യാകുമാരി മാർത്താണ്ഡം കടയാൽമൂട്ടിൽ നിന്ന് വരികയാണ്. യേശുവിൻ്റെ തിരുഹൃദയ പള്ളിയിൽ ഞാൻ ഒരു അംഗമാണ്. ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കൾ, തമിഴ് പത്രം, ഒരു കൃപാസന മരിയൻ ഉടമ്പടി പുസ്തകവുമായിട്ട് എൻ്റെ ഇളയ മകൾ വിജില എൻ്റെ വീട്ടിൽ 26/2/23 അന്ന് എനിക്ക് കൊണ്ടുതന്നു. ആ പുസ്തകവും ഉടമ്പടി വസ്തുക്കളും കിട്ടിയതിന് ശേഷം ഞാൻ 3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചയ്ക്ക് കഞ്ഞി കുടിക്കുമ്പോൾ അതിൽ നിന്ന് ശകലം ഉപ്പെടുത്തിട്ട് കഞ്ഞി കുടിച്ചു. ഉടമ്പടി ഉപ്പെടുത്തിട്ട് കഞ്ഞി കുടിച്ചു. ഈ കഞ്ഞി കുടിച്ചതിന് ശേഷം എന്നിൽ ചില മാറ്റങ്ങൾ ഉണ്ട്. ഈ ഉടമ്പടി ഉപ്പ് കഴിക്കുന്നതിന് മുമ്പേ എൻ്റെ വീട്ടിൽ പ്രാർത്ഥനയില്ല. എന്നെങ്കിലും ഒരു ദിവസം തന്നെ പള്ളിയിൽ പോവും, കുമ്പസാരമില്ല. ഇതാണ് എൻ്റെ അവസ്ഥ. ഈ ഉപ്പിട്ട് കഞ്ഞി കുടിച്ചതിന് ശേഷം എന്നിൽ ചില മാറ്റങ്ങൾ ഉണ്ടായി. ഞാൻ തന്നെ ആരും പറയാതെ രാവിലെ 4:30 മണിക്കും രാത്രി 8 മണിക്കും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിനുശേഷം ഓരോ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും പള്ളിയിൽ പോവും. ഓരോ മാസവും ആദ്യത്തെ വെള്ളിയാഴ്ച കുമ്പസാരിക്കും. ഇങ്ങനെ ആണ് എൻ്റെ കഴിഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയുടെ അവസാനത്തിൽ പറയുന്നത്, എൻ്റെ അമ്മേ കൃപാസന മാതാവേ, അമ്മയുടെ അൽത്താരയിൽ മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാൻ എനിക്ക് ഒരു അവസരം ഒരുക്കി അമ്മ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ച് അവസാനിക്കും. ഇത് ഇങ്ങനെ 10 മാസം കഴിഞ്ഞ്. ഈ 10 മാസത്തിൻ്റെ ഇടയിൽ എനിക്ക് എന്നെ അറിയാതെ 3 രോഗങ്ങൾ മാറിക്കിട്ടി. ഈ 3 രോഗങ്ങൾ മാറിക്കിട്ടിയതിന് ശേഷം ദൈവത്തിനോടുള്ള സ്നേഹവും വിശ്വാസവും ഒന്നിന് ഡബിളായി വലുതായിട്ട് വളർന്നു. അതിൻ്റെ ഫലമായി ഞാൻ 24/12/23 ഉടൻപടിയെടുത്ത് ഒരു 20 ദിവസം കഴിഞ്ഞ ഉടൻ തന്നെ ഞാൻ ഒരു സ്വൽപ്പനം കണ്ട്. അതായത് 2 അനാഥ സ്ത്രീകൾ ആറ്റിൽ നിന്ന് കുളിച്ചും കൊണ്ട് ഞങ്ങളുടെ പള്ളി നടയിൽ കൂടി കയറി മറുവശം റോട്ടിൽ വരികയാണ്. അവർ ഉടുത്തിരിക്കുന്ന തുണിയിൽ നിന്ന് വെള്ളം തൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാറി ഉടുക്കാൻ വസ്ത്രമില്ല. അപ്പോൾ ഇത് ഞാൻ കണ്ടിട്ട് ഞാൻ എൻ്റെ ജീവിത പങ്കാളിയുടെ അടുത്ത് പറഞ്ഞ്, ഇങ്ങനെയാണ് ഞാൻ കണ്ടെന്ന്. അപ്പോൾ അവൾ പറഞ്ഞ്, നമുക്ക് കണ്ടത് 2 പേരായിരുന്നാലും നമുക്ക് 3 പേർക്ക് വസ്ത്രം എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് 2 പേരെ കണ്ടെത്തി. 3ാമത്തെ ആളിനെ കണ്ടെത്താൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ്, ഏതെങ്കിലും ഗവൺമെൻറ് ആശുപത്രിയിൽ ക്ലീനിങ് വേല ചെയ്യുന്ന ഒരു പാവപ്പെട്ട ഒരു സ്ത്രീക്ക് എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞ്. ഇത് നടക്കുന്നത് വെള്ളിയാഴ്ച രാവിലെയാണ്. പിറ്റാം ദിവസം ശനിയാഴ്ച രാവിലെ 4:30 മണിക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന അങ്ങ് സ്റ്റക്കായി നിന്ന്. എൻ്റെ ഉള്ളിൽ ആരോ എന്തോ പറയുന്നത് പോലെ തോന്നി. അതായത്, നീ ഇരിക്കുന്ന സ്ഥലത്തിൽ നിന്ന് കൈ നീട്ടിയാൽ ആളിനെ കാണാം, നീ ഇരിക്കുന്ന ഇടത്തിൽ നിന്ന് തിരിഞ്ഞു നോക്കിയാൽ ആളിനെ കാണാം, ഇത്ര അടുത്ത ആളിനെ വച്ചുകൊണ്ട് നീ എന്തിന് അങ്ങും ഇങ്ങും അലയുകയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ്, എന്തായാലും പ്രാർത്ഥന മുടങ്ങണ്ട, പ്രാർത്ഥന തീരട്ട്, അതിനുശേഷം നമുക്ക് ആലോചിക്കാമെന്ന്. അതിനുശേഷം എന്നും പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിച്ച് ഏതൊരു തടസ്സമില്ലാതെ പ്രാർത്ഥന അവസാനിച്ച് അതിന് ശേഷം എൻ്റെ ജീവിത പങ്കാളിയുടെ അടുത്ത് പറഞ്ഞ് ഞങ്ങൾ 2 പേരുമായിട്ട് ആലോചിച്ച് ആ ആളിനെയും കണ്ടെത്തി. അങ്ങനെ 3 പേർക്കും വസ്ത്രം എടുത്ത് കൊടുത്തു. അമ്മ ഏത് തുണി എൻ്റെ കണ്ണിൽ കാണിച്ചു തന്നോ ആ കളർ തുണിയാണ് അവർക്ക് എടുത്ത് കൊടുത്തത്. 2ാമത് ഉടമ്പടി പുതുക്കിയിട്ട് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിച്ച് വീട്ടിൽ പോയതിന് ശേഷം എനിക്ക് ഈ ഭാഗം പൂര പല്ലുവേദനയാണ്, ഇങ്ങനെ നീര് കയറിയിരിക്കുകയാണ്. പക്ഷേ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കണം, കൃപാസന തൈലം എടുത്ത് പോടണം, അന്ന് ആ ഒരു ചിന്ത ഒന്നുമില്ലായിരുന്നു. 2-3 ദിവസം അറിയാതെ കൊണ്ടുതിരിഞ്ഞ് ഇതിൻ്റെ ഇരിക്കുന്നതിൻ്റെ അറിയാതെയും കൊണ്ടുതിരിഞ്ഞ് 3ാമത്തെ ദിവസം ഞായറാഴ്ച രാവിലെ പള്ളിയിൽ മണിയടിക്കുകയാണ് 5 മണിക്ക്. അപ്പോൾ ഞാൻ എൻ്റെ ജീവിത പങ്കാളിയുടെ അടുത്ത് പറയുന്നു, നീ പള്ളിയിൽ പോ, ഞാൻ വരുന്നില്ല, എനിക്ക് വന്നാലും ഇരിക്കാൻ പറ്റുകയില്ല, പള്ളി മുടങ്ങരുത് എന്ന് പറഞ്ഞുകൊണ്ട് കൃപാസന തൈലം എടുത്ത് ഇവിടെ പുരട്ടി ആ കാശി രൂപത്തിന് ഇടത് കയ്യിൽ ഉള്ളം കയ്യിൽ വച്ച് ഇങ്ങനെ പിടിച്ചും കൊണ്ട് അങ്ങനെ ഇടത് വാക്കിൽ ചരിഞ്ഞ് കിടന്ന് ഉറങ്ങി
ഏകദേശം 1 മണി നേരം കഴിഞ്ഞപ്പോൾ സകലം കണ്ണു തുറന്ന് നോക്കിയപ്പോൾ എൻ്റെ കട്ടിലിൻ്റെയും എൻ്റെ ജീവിത പങ്കാളിയുടെ കട്ടിലിൻ്റെ ഇടയിലും ഒരു 3.5-4 അടി കേപ്പിരിക്കും. ഈ കേപ്പിൽ ഒരു പ്ലാസ്റ്റിക് ചെയറിട്ട് ഒരു ആൾ ഇരിക്കുന്നതിനെ ഞാൻ കാണുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചത് എൻ്റെ ജീവിത പങ്കാളിയാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോദിച്ചു, നീ എന്ത് പള്ളിയിൽ പോവാതെ ഇവിടെ ഇരിക്കുന്നത്? പള്ളിയിൽ പോവാതെ ഇവിടെ എന്ത് കാര്യത എടുക്കാൻ ഇവിടെ ഇരിക്കുന്നു? പള്ളി ഇന്ന് മുടങ്ങിയല്ലോ, നിന്റെ നിമിത്തം ഇന്ന് പള്ളിയിൽ പോകാൻ നടന്നില്ലല്ലോ, എന്നെക്കൊണ്ട് മുടിയുമെങ്കിൽ ഞാൻ വരുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ ആ ആൾ എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞല്ല. സകലം കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഡ്രസ്സിനെ കാണുന്നു. ഡ്രസ്സ് എൻ്റെ ജീവിത പങ്കാളി കൊടുത്ത ഡ്രസ്സല്ല, വേറെ ഡ്രസ്സ്. അപ്പോൾ എനിക്ക് ഒരു തോന്നൽ തോന്നി, ഇവൾ പള്ളിയിൽ പോകാൻ കൊടുത്ത ഡ്രസ്സിനെ മാറിയിട്ട് കൊണ്ട് വേറെ ഡ്രസ്സ് കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു, നീ പള്ളിയിൽ കൊടുത്ത ഡ്രസ്സിനെ മാറിയിട്ടിട്ട് ഇവിടെ ഇരിക്കുന്നല്ലോ, എനിക്ക് എന്തൊരു പല്ലുവേദന തന്നല്ലോ, അത് സാരമില്ല, ആശുപത്രിയിൽ പോകുമ്പം തീരും, നീ പള്ളിയിൽ പോകാതെ എന്ത് ഇവിടെ ഇരിക്കുന്നു എന്ന് വീണ്ടും ചോദിക്കുന്നു. പക്ഷേ അതിനും പതിലല്ല. അപ്പോൾ ഞാൻ പറയുന്നത്, നിൻ്റെ അടുത്ത് എന്തൊരു പറഞ്ഞാലും നീ കേൾക്കില്ല, എനിക്ക് എന്തൊരു തോന്നുന്നു അതുപോലെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അല്പം കൂടെ കണ്ണ് തുറന്ന് മുഖത്തിൽ നോക്കിയപ്പോഴാണ് ഞാൻ കാണുന്നത് എൻ്റെ ഭാര്യയല്ല, ഈ അമ്മയാണ് അവിടെ ഇരിക്കുന്നത്. ഈ അമ്മ അവിടെ ഇരുന്നു കൊണ്ട് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മയെ, ഞാൻ ദിനം 1000 തെറ്റുകൾ ചെയ്യുന്ന ഒരു പാപിയാണല്ലോ അമ്മേ. ഞാൻ ഇന്ന് ഒരു ദിവസം പള്ളിയിൽ പോവാതെയും കൊണ്ട് നീ ഇന്ന് ഇവിടെ എന്നെ കാണാൻ വന്നല്ലോ അമ്മേ, ഈ പാപിയുടെ വീട്ടിൽ എന്ന് പറഞ്ഞത് എൻ്റെ ഭാര്യ എൻ്റെ ജീവിത പങ്കാളി വന്ന് പറയുകയാണ്, പല്ല് വേദന കൂടുതലായി. അപ്പോൾ പറഞ്ഞ ഉടൻ തന്നെ 2 കണ്ണിൽ നിന്നും കണ്ണുനീര് പൊളിഞ്ഞ് ഓടുന്നു. അപ്പോൾ എൻ്റെ ജീവിത പങ്കാളി പറയുന്നു, പല്ലുവേദന കൂടുതലായതുകൊണ്ടാണോ കരയുന്നത് എന്ന് പറഞ്ഞിട്ട് പറയുന്നു, മണി 8 ആയല്ലോ, ഇനിയും എളിക്കാൻ സമയമായില്ലയോ എന്ന്. ഞാൻ വാച്ച് നോക്കിയപ്പോൾ 7:45. അപ്പോൾ ഞാൻ പറഞ്ഞ്, ഞാൻ അമ്മയെ കണ്ട് അമ്മയുടെ അടുത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നീ വന്നത് എന്ന്. അപ്പോൾ പറഞ്ഞ്, അമ്മയെ കണ്ടോ? ഓ, നല്ലൊരു ഭാഗ്യം തന്നല്ലോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ ഉടനെ ചായ കൊണ്ടുതന്ന് ചായ കുടിച്ച്, പിന്നെ ഞാൻ ആശുപത്രിയിലോ ഒരിടവും പോയില്ല, ഈ പല്ലുവേദന എങ്ങനെ തീർന്നെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ യൂറിൻ പോകുമ്പോൾ ഭയങ്കര വേദനയായിരിക്കും. അത് എന്താണെന്ന് നോക്കിയപ്പോൾ അതിൽ പുണ്ണ്. ആശുപത്രിയിൽ പറഞ്ഞ് മരുന്ന് മേടിച്ച് അവർ പറഞ്ഞ് ഈ മരുന്ന് ഇടുമ്പോൾ ആ പുണ്ണ് അങ്ങ് മാറുമെന്ന്. സംഭവം ശരിയാണ്, മരുന്ന് ഇടുമ്പോൾ പുണ്ണ് മാറും, വീണ്ടും ആവർത്തിക്കും. ഇങ്ങനെ 3 വർഷം ഞാൻ വളരെ കഷ്ടപ്പെട്ട് അതിനുശേഷം ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം ഈ പുണ്ണ് എങ്ങനെ അറിയുമെന്ന് എനിക്കേ അറിയില്ല. ഇതാ 1 കൊല്ലം കഴിഞ്ഞ് ഈ പുണ്ണ് മരുന്ന് ഞാൻ ഇട്ടിട്ട് ഈ ഉടമ്പടി വസ്തുക്കൾ ഇട്ട് കഴിച്ചിട്ട് ഈ പുണ്ണ് മാറിയിട്ട് ഇതുവരെയ്ക്കും ആ പുണ്ണ് വന്നില്ല. അതുപോലെ തന്നെ ഈ തുക്ക വെള്ളിയാഴ്ചയ്ക്ക് മറുദിവസം ശനിയാഴ്ച രാവിലെ 4:30 മണിക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പിൻവശത്ത് കുറുക്ക് ഭാഗത്തിൽ നല്ല ഒരു തണുത്ത കാറ്റടിച്ച്. അപ്പോൾ ഞാൻ ഉടൻ തന്നെ മെഴുകുതിരിയെ നോക്കി, മെഴുകുതിരി അണയണമെന്ന്. മെഴുകുതിരി അണയുന്നില്ല, അത് എന്നും പറ്റുന്നതുപോലെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ തണുപ്പ് അങ്ങ് മാറി. രണ്ടാമത് കുറച്ച് കഴിഞ്ഞ് വീണ്ടും എൻ്റെ കുറുക്കിൽ ഭയങ്കര ഒരു തണുപ്പ് കാറ്റടിച്ച്. അപ്പോൾ വീണ്ടും തിരിഞ്ഞ് ഞാൻ ജന്നലൊക്കെ തുറന്ന് കിടക്കണമെന്ന് നോക്കി, പക്ഷേ ജന്നലെല്ലാം അടച്ച് തന്നെ ഇരിക്കുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി വന്നത് അമ്മയാണെന്ന്. അപ്പോൾ ഈ പ്രാർത്ഥന മുടിഞ്ഞ് സാധാരണ ഞാൻ എന്നും സാക്ഷികൾ നോക്കി എല്ലാവർക്കും ഷെയർ ചെയ്യും. അന്ന് പ്രാർത്ഥന മുടിഞ്ഞതും ഞാൻ പോയി കിടന്ന് ഒരു 10 നിമിഷം കഴിയും മുമ്പ് തന്നെ ഒരു സ്വൽപ്പനം കണ്ടു. എനിക്ക് അറിയാവുന്ന ഒരു സിസ്റ്റർ, അവർ നാഗർകോയിൽ അറുകുവള എന്ന് പറയുന്ന കോൺവെൻറ്റിലാണ് ഇപ്പോൾ പണി ചെയ്യുന്നത്. അവരുടെ പേര് റാണി. ആ സിസ്റ്റർ എൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, സിസ്റ്റർ എപ്പോഴാണ് വന്നതെന്ന്. അപ്പോൾ അവർ പറയുന്നത്, ഞാൻ വന്നിട്ട് കുറച്ച് സമയമായി, നീ എന്ത് എന്നെ കാണാത്തതെന്ന്. ഇത്രയും പറഞ്ഞ് അപ്പോൾ ഞാൻ മനസ്സിൻ്റെ അകത്ത് വിചാരിച്ച്, ഇത് സിസ്റ്ററല്ല അമ്മയാണ് ഇരിക്കണതെന്ന്. കുറവ് എന്തെല്ലാമോ സംസാരിച്ച് അത് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ ചോദിച്ച്, എന്തിനാണ് സിസ്റ്റർ സംസാരിക്കുന്നത്, ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. അപ്പോൾ അവർ പറയുന്നത്, ഞാൻ சொல்றது ഉനക്ക് ഒന്നും പുരിയവില്ലയാ. അതായത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നീ എന്തുകൊണ്ട് അറിയാത്തതെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊന്നും അറിയുന്നില്ല എന്ന്. ഉടൻ തന്നെ അവർ പറഞ്ഞ്, നിൻ്റെ നാക്ക് എനിക്ക് വേണം, നിൻ്റെ നാക്കിനെ നീട്ടെന്ന്.
ഞാൻ അങ്ങനെ ഇരുന്ന് ആലോചിച്ച് ഒരു നിമിഷം ആലോചിച്ചിട്ട് സിസ്റ്ററുടെ അടുത്ത് എങ്ങനെയാണ് നാക്ക് നീട്ടുന്നതെന്ന്. എന്നാലും ലേസായിട്ട് വായ തുറന്ന് ഉടൻ തന്നെ എന്നെ പിടിച്ച് ഒരു ഉമ്മ വച്ച് എൻ്റെ നാവിൽ നിന്ന് ഉമിഴ്നീരിനെ അങ്ങ് തുടച്ചെടുത്ത ഉടൻ തന്നെ ഞാൻ സിസ്റ്റർ എന്ന് വിളിച്ചിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ സിസ്റ്റർ അവിടെയില്ല. അപ്പോൾ നേരം വെളുത്ത് ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ എനിക്ക് തൈറോയിഡിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. 3-ാമത്തെ ദിവസം തൈറോയിഡ് ചെക്കപ്പ് ചെയ്ത് തൈറോയിഡിൻ്റെ ഏതൊരു അസുഖവും അവിടെ ഇല്ല. അങ്ങനെ അമ്മ എൻ്റെ തൈറോയിഡ് അസുഖത്തിനെ മാറ്റി തന്ന്. ഇതുപോലെ എൻ്റെ മകളല്ല, മകൻ്റെ മകൾ, ഇവക്ക് സുഖമില്ലാതെ ആസ്പത്രിയിലൊക്കെ പോയി മരുന്ന് മേടിക്കുന്നു, കുറവില്ല. ഉപ്പും കൃപാസന തൈലവും എടുത്ത് കൊടുക്കണ്, അതിലും കുറവില്ല. ഒരു ദിവസം രാത്രി പ്രേയർ ചെയ്യുമ്പോൾ കിട്ട ഇരുത്തി ഞാൻ പ്രേയർ ചെയ്ത് ഇവൾക്ക് വേണ്ടി ജപിച്ചിട്ട് പോയി കിടക്കാൻ പറഞ്ഞു. മറുനാൾ രാവിലെ 4:30 മണിക്ക് ഇവളെ എളുപ്പി അതുപോലെ പ്രേയർ ചെയ്തിട്ട് നീ പോയി കിടന്നു എന്ന് പറഞ്ഞു. 12:30 മണിക്ക് എളിച്ച് കരഞ്ഞുകൊണ്ട് വരികയാണ്. താത്ത, ഞാൻ മാതാമ്മയെ കണ്ടേ, മാതാമ്മയെ കേട്ടാ ചൊല്ലിച്ച് ഉനക്ക് ഒന്നും ചെയ്യാതെ ഉനക്ക് നോയ് ഇതോടെ തീരുമെന്ന് മാതാമ്മ ചൊല്ലിച്ച്. താത്ത, എണ്ണു പോനാലും എന്നെ കൂട്ടിയിട്ട് പോകണം, എനിക്ക് മാതാമ്മയെ பார்க்கணும்னு. அதனால தான் நான் இந்த மாதாமையை பார்க்கிறதுக்கு எனக்கு பேத்தியாரை நான் கூட்டிகிட்டு வந்திருக்கேன். ഇങ്ങനെ അമ്മയും യേശുവും എനിക്ക് പല കാര്യങ്ങളെല്ലാം സഹായിച്ചു തന്നു. പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ആർക്ക് വലിയവനായാലും ചെറിയവനായാലും അന്യവനായാലും ആരെങ്കിലും സുഖമില്ലെന്ന് അറിഞ്ഞാൽ ഞാൻ അവിടെ പോയി രാത്രിയായാലും പകലായാലും പോയി പ്രാർത്ഥിക്കും. 1 മണിക്കൂറിന് ശേഷം ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് തന്നെ വരും. അതുപോലെ തന്നെ ഇവിടെ നിന്ന് വായിക്കുന്ന പത്രങ്ങൾ അരുമന ഗവൺമെൻറ് ആശുപത്രി, കുലശേഖരം ഗവൺമെൻറ് ആശുപത്രി, മാർത്താണ്ഡം ഗവൺമെൻറ് ആശുപത്രി, ഈ 3 ഗവൺമെൻറ് ആശുപത്രിയിലുള്ള രോഗികളെയും സന്ദർശിച്ച് ഈ പത്രങ്ങളെ അങ്ങ് കൊടുക്കും. അതുപോലെ ഇവർക്ക് ഭക്ഷണങ്ങളും കൊണ്ട് കൊടുക്കും. ഈ 3 ആശുപത്രികളിലും മാറി കൊണ്ട് കൊടുക്കും. അതുപോലെ മാർത്താണ്ഡം മാർക്കറ്റിൻ്റെ അടുത്ത് ഒരു 4-5 പേരെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അതായത് 2 കാലും വിളങ്ങാത്ത 2 പേർ, ഒരു പുരുഷനും ഒരു സ്ത്രീയും, പിന്നെ 1 കാലില്ലാത്ത 2 പേര്, പിന്നെ ഒരു വയസ്സായ അമ്മ. അവർക്ക് ഒന്നും കളിയില്ല. അവരെ കണ്ട 50 രൂപയെങ്കിലും ഞാൻ കൊടുക്കാതെ, ഒരാളിന് കൊടുക്കാതെ ഞാൻ വരികയില്ല. അങ്ങനെയാണ് ഇത്. എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ലീമ എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് ക്യാൻസർ രോഗം. അവരുടെ വീടും സ്ഥലവും വിറ്റ് അവരുടെ ഭർത്താവ് വന്നിട്ട് ഹാർട്ടിൻ്റെ അസുഖമാണ്. ആ വീടും സ്ഥലവും വിറ്റ് അങ്ങേരെ നോക്കി അങ്ങേരും മരിച്ച് അവരിപ്പം വാടക വീട്ടിലെയാണ്. അപ്പോൾ അവർ പറയുന്നത് നീ വാടക ഒന്നും തരണ്ട, നീ ഇവിടെ ഇരുന്നോന്ന്. അവർക്ക് ക്യാൻസർ ആയതുകൊണ്ട് ഞാൻ ഓരോ മാസവും അവിടെ പോകും. അവിടെ പോയി പ്രാർത്ഥന ചെയ്യും. 500 രൂപയെ കൊടുത്തിട്ട് വരും. എനിക്ക് എന്നെ ചൊല്ലിയുള്ളത് ഇത്രയേ ഉള്ളൂ, ഇല്ലാതെ വേറെ ഒന്നുമില്ല. അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് തക്കലയ്ക്ക് 22 രൂപ, അവിടെ നിന്ന് വീണ്ടും 10 രൂപ. ബില്ലുക്കറി എന്ന സ്ഥലത്തിലെ ഒരു പുരുഷൻ, അങ്ങേർക്ക് 2 കൈയും വിളങ്ങുമില്ല, കാലും വിളങ്ങുമില്ല. ആൾ കിടയിലാണ്. ഞാൻ അവിടെ പോയാലും പ്രാർത്ഥിച്ചിട്ട് 500 രൂപ കൊടുത്തിട്ട് വരും. ഈ ഇത്രയും പൈസ ബസ് കയറി കൊണ്ട് കൊടുത്തിട്ട് വരും. അതുപോലെ ഇപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് ഒരു അമ്മച്ചി എന്ന് പറഞ്ഞാൽ അത്ര വയസ്സല്ല, പക്ഷേ അവർക്ക് കണ്ണ് കാണുമില്ല, പല്ലില്ല, കാത് കേൾക്കില്ല, നിരങ്ങി തന്നെ പോകും, നടക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരാൾ, അവരെ അമ്മയാണ് എനിക്ക് കാണിച്ചു തന്നത്. പക്ഷേ ഞാൻ അവർ മരിച്ചിരിക്കുമെന്നാണ് വിചാരിച്ചത്. ഈ ഈസ്റ്ററിന് മുമ്പ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കേൾക്കുമ്പോൾ അച്ഛൻ പറഞ്ഞ് നമ്മളെ ചൊല്ലി ഉള്ളത് പാവങ്ങൾക്കും അനാഥർക്കും കൊടുക്കണം, വഴിയിൽ കാണുന്നവർക്കും വല്ലവും കൊടുക്കണം. അതാണ് യഥാർത്ഥ ദുഃഖവാരം ഈസ്റ്റർ എന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അമ്മച്ചിയെ എനിക്ക് കാണിച്ചു തരുന്നത് സ്വൽപ്പനത്തിൽ. ഞാൻ അവിടെ പോകുമ്പോൾ ഞാൻ എങ്ങനെ കണ്ടോ അതുപോലെയാണ് അവരുടെ ജീവിതം. പക്ഷേ അവർക്ക് നോക്കാൻ ആരുമില്ല. ഒരു മകളുണ്ട്, മകൾ ജോലിക്ക് പോയാൽ ഇവരെ നോക്കാൻ ആളില്ല, ഇവരെ നോക്കിയാൽ മകൾക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല. അങ്ങനെയുള്ള രണ്ടും കെട്ട അവസ്ഥയാണ്. അവിടെ പോകുമ്പോൾ ഇവർക്ക് പല്ലില്ലാത്തത് കൊണ്ട് ബിസ്ക്കറ്റോ പഴമോ എന്തെങ്കിലും വായിച്ചു കൊണ്ടുപോകും. 200, 300, 150 എൻ്റെ കയ്യിൽ എത്ര ഇരിക്കുന്നോ അതിനെ അങ്ങ് കൊടുത്തിട്ട് വരും. ഇങ്ങനെ കാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം ഞാൻ ഇഷ്ടം പോലെ ചെയ്യുന്നുണ്ട്. എൻ്റെ ജീവിതം ഇനി എൻ്റെ ജീവനുള്ള കാലം വരെ എൻ്റെ ഉടമ്പടിയിലായിരിക്കും എൻ്റെ ജീവിതം മുമ്പോട്ട് ചെല്ലുന്നത്. എൻ്റെ ഉടമ്പടി ജീവിതമാവൻ ഇന്ന്
യേശുക്കും അമ്മയ്ക്കും കോടാനകോടികൾ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇത് അവസാനിക്കുന്നു. സങ്കീർത്തനം 139 5-ാം തിരുവചനം പറയുന്നു: മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു. അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്. ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു. എനിക്ക് അപ്രാപ്യമാമിതം അത് ഉന്നതമാണ്. സ്വാമിനാഥൻ തൻ്റെ ഉടമ്പടി പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് മനോഹരമായി നമ്മോടിപ്പോൾ വിവരിച്ചത്. പരിശുദ്ധ അമ്മയുടെ സാമീപ്യത്തിൻ്റെ വലിയ സാക്ഷ്യമാണിത്. ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുൻപ് അദ്ദേഹത്തിന് ഒരു സുഹൃത്ത് നൽകിയ ഉപ്പ് 3-ാം ദിവസം കഞ്ഞിയിൽ ഉപ്പില്ലാതായപ്പോൾ ആ കൃപാസനം ഉപ്പിട്ട് കഞ്ഞി കുടിച്ചപ്പോഴാണ് അദ്ദേഹം പറയുന്നത് ജീവിതത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങിയതെന്ന്. ഉടമ്പടി വസ്തുക്കളുടെ വലിയ ഒരു ജീവിത വ്യത്യാസമാണ്, നാം ഈ സാക്ഷ്യത്തിലൂടെ കേൾക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലും സാമീപ്യവും തലോടലും സൗഖ്യവും ഇടപെടലുമൊക്കെയാണ് ഈ സാക്ഷ്യത്തിൻ്റെ ഏറ്റവും വലിയ കണ്ടൻ്റായി നിൽക്കുന്നത്. നാം പറഞ്ഞു കേൾക്കുന്ന നമുക്കറിയാം, മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്നു, ഉപ്പിൻ്റെ ഉറകെട്ട് പോയാൽ അത് പുറത്തേക്ക് വലിച്ചെറിയാനല്ലാതെ അതിന് യാതൊരു ഉപകാരവുമില്ല എന്ന്. മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ തന്നെ അതിന് നമ്മോട് ഉത്തരം പറയുന്നുണ്ട്: നിങ്ങൾ അഗ്നിയാൽ ഉറകൂട്ടപ്പെടും, പരിശുദ്ധാത്മാവിനാലാണ് നാം ഉറകൂട്ടപ്പെടുക എന്ന് സുവിശേഷം തന്നെ, ഈശോ തന്നെ നമുക്ക് മറുപടി നൽകുന്നുണ്ട്. നമ്മുടെ ഉപ്പിൻ്റെ ഉറകെട്ട് പോയാൽ, നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടു എന്ന് വരുന്ന അവസ്ഥകളിലെല്ലാം ഇനി എനിക്ക് ആരും സഹായിക്കാനില്ല, എൻ്റെ ജീവിതാവസ്ഥകൾ വളരെ മോശമാണ് എന്ന് നാം തിരിച്ചറിയുന്ന നിമിഷത്തിലെല്ലാം പരിശുദ്ധാത്മാവാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെയെല്ലാം മനോഹരമാക്കുന്നതെന്ന് സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതേ അനുഭവം തന്നെയാണ് സ്വാമിനാഥന് ഈ ഉടമ്പടി ജീവിതത്തിലൂടെ കൈവന്നിരിക്കുന്നത്. അദ്ദേഹം സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം മനസ്സിലാക്കാൻ തൻ്റെ ജീവിത പങ്കാളിക്കും തനിക്കും മനസ്സിലായി. പരിശുദ്ധ അമ്മ അതിനുള്ള വലിയ സാഹചര്യം ഈശോയിൽ നിന്ന് അദ്ദേഹത്തിന് കൃപയായി നൽകി ലഭിച്ചുവെന്നാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. മറ്റുള്ളവരെ കാരുണ്യപ്രവൃത്തികൾ ചെയ്ത് എങ്ങനെ സഹായിക്കണമെന്ന ഒരു വലിയ സ്വപ്ന വ്യാഖ്യാനത്തിലൂടെ അവരുടെ ജീവിതത്തിൻ്റെ പ്രവൃത്തികൾ, കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഒക്കെ ആരംഭിച്ചതായി അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മുടെ സ്വപ്നങ്ങൾക്കെല്ലാം അർത്ഥമുണ്ട്. ഉടമ്പടിയിലേക്ക് കടന്നു വന്നവർക്കെല്ലാം പലപ്പോഴും സ്വപ്നങ്ങളും ദർശനങ്ങളും ഉണ്ടാകുന്നത് ഇന്ന് സർവ്വസാധാരണമാണ്. അത് നാം വെറുതെ തള്ളിക്കളയരുത്. അതിനെല്ലാം അർത്ഥങ്ങളുണ്ട്, അതിനെല്ലാം വ്യാഖ്യാനങ്ങളുണ്ടെന്ന് നാം തിരിച്ചറിയാനുള്ള കൃപ നമുക്കുണ്ടാകട്ടെ. അതുപോലെ തന്നെ രണ്ടുപേരും കൂടിയാണ് എപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്നത്. നാം ആരെ സഹായിക്കണം? ഉടമ്പടി ജീവിതത്തിൻ്റെ വലിയൊരു പ്രത്യേകതയാണത്. നമ്മുടെ ജീവിത പങ്കാളിയുമായി തീരുമാനങ്ങൾ എടുക്കാൻ, കുടുംബത്തോടു കൂടിയായിരിക്കുവാൻ, കുടുംബ പ്രാർത്ഥനയിൽ എപ്പോഴും അലിഞ്ഞു ചേരുവാനുള്ള വലിയ കൃപ ഈ ഉടമ്പടി ജീവിതത്തിൻ്റെ ജീവിത ശൈലിയിൽ നമുക്ക് ലഭിക്കുന്ന ഒന്നാണ്. അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും ഉടമ്പടിയിലേക്ക് കടന്നു വന്നപ്പോൾ ജീവിതാസ്വാസ്ഥ്യങ്ങൾ, രോഗസൗഖ്യങ്ങളെല്ലാം ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെയാണ്. അദ്ദേഹത്തിനൊരു പല്ലുവേദന വന്ന് അവിടെ തൈലം പൂശിയതിന് ശേഷം ഒരല്പം സുഖം ലഭിച്ച് അദ്ദേഹം ഉറങ്ങിപ്പോയപ്പോൾ ആ വേദന അമ്മ തന്നെ അടുത്തു വന്നിരുന്ന് അദ്ദേഹത്തിൻ്റെ ആ പല്ലുവേദന എടുത്തു മാറ്റി എന്നാണ് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നത്. അമ്മയുടെ സാമീപ്യം ആൾക്ക് പല പ്രാവശ്യം അനുഭവപ്പെട്ടു. കൃപാസനത്തിലെ ആ പ്രത്യക്ഷീകരണം ഇന്ന് കുടുംബങ്ങളിലും വ്യക്തികളിലും സാഹചര്യങ്ങളിലും നമ്മുടെ ഓഫീസുകളിലും നമ്മുടെ ജോലി സ്ഥലങ്ങളിലുമെല്ലാം ഇന്ന് അമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു സിസ്റ്റർ വന്നിരുന്ന് അടുത്ത് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം തന്നെ സംശയിച്ചു, ഇതെന്തുകൊണ്ടാണ് സിസ്റ്റർ ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്നത്. തിരിഞ്ഞു നോക്കിയപ്പോൾ തൻ്റെ അസ്വസ്ഥതയിൽ പരിശുദ്ധ അമ്മ തന്നെ നേരിട്ട് വന്ന് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ച് സൗഖ്യം നൽകിയെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോ കുടുംബങ്ങളിലും പരിശുദ്ധ അമ്മ വരട്ടെ, പരിശുദ്ധ അമ്മയുടെ സാമീപ്യം നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അത് തിരിച്ചറിയാനുള്ള കൃപ നമുക്കുണ്ടാകട്ടെ. ഉടമ്പടിയിലൂടെ ജീവിക്കുമ്പോൾ പരിശുദ്ധ അമ്മ മാധ്യസ്ഥം വഹിക്കുന്ന എല്ലാ കാര്യങ്ങളിലും സമയച്ചുരുക്കത്തിൻ്റെ അമ്മ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള പരിഹാരമാണ്. പരിശുദ്ധ അമ്മ ഉടൻ പരിഹാരമാണ് നമുക്ക് നൽകുന്നത്. ഈ കൊച്ചുമകളുടെ കാര്യം പറയുകയുണ്ടായി. കൊച്ചുമകളുടെ അസ്വസ്ഥതയിൽ പരിശുദ്ധ അമ്മ തന്നെ നേരിട്ട് വന്ന് കുഞ്ഞിന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് കാണിച്ചു കൊടുക്കും, ഞാൻ അമ്മയെ കണ്ടു എന്ന് ആ കുഞ്ഞ് സാക്ഷ്യപ്പെടുത്തുന്നു. അദ്ദേഹത്തിന് എല്ലാ റെക്കോർഡുമായിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. ജീവിതത്തിൻ്റെ സൗഖ്യത്തിൻ്റെ എല്ലാ റെക്കോർഡും, തൈറോയിഡിൻ്റെയും യൂറിനറി ഇൻഫെക്ഷൻ്റെയും പല്ലുവേദനയുടെ എല്ലാ റെക്കോർഡുമായിട്ടാണ് അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത്. ഇതെല്ലാം
ഒരു മിത്തല്ല, കഥയല്ല, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ നൽകുന്ന പരിപൂർണ സൗഖ്യമാണ് എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. സ്വാമിനാഥനും കുടുംബത്തിനും ഈശോയും അമ്മയും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയുന്നതോടൊപ്പം നമ്മുടെ നിയോഗങ്ങളെയെല്ലാം നമുക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയോട് ചേർത്ത് വയ്ക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ, കൃപകൾ കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഒഴിഞ്ഞ ഭരണികൾ ഇവിടെ വെക്കേണ്ട സമയമാണ്. പരിശുദ്ധ അമ്മ ആ മധ്യസ്ഥതയിലൂടെ വീഞ്ഞാക്കി മാറ്റി നമ്മുടെ ജീവിതത്തെ ആധ്യാത്മിക ലഹരിയാൽ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സ്വാമിനാഥനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് വലിയൊരു കയ്യടി നൽകി ഈശോയ്ക്ക് അമ്മയ്ക്ക് സാക്ഷി നമുക്ക് സമർപ്പിക്കാം.